മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരെ സമാശ്വസിപ്പിക്കാൻ നമ്മൾ പറയുന്ന ചില വാക്കുകൾ അവരെ ആകുലപ്പെടുത്തുന്നതാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള 2-3 കാര്യങ്ങളൊന്ന് പരാമർശിക്കാം. ഒന്നാമത്തെ കാര്യമാണ്, നീ ഇത്രയും നിസ്സാര കാര്യത്തിനാണോ നീ ഇത്രയും വറീഡായത്, അതല്ലെങ്കിൽ ഇത്രയും വിഷമിച്ചത് എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവരുടെ ഒരു പ്രശ്നത്തെ സാധൂകരിക്കാൻ അതല്ലെങ്കിൽ ലഘൂകരിക്കാനാണ് നമ്മൾ ആ ഒരു കാര്യം പറയുന്നത്. പക്ഷേ അത് അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശ്നത്തെ മറ്റുള്ളവർ ലഘൂകരിച്ച് കാണുന്നു, അതല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തെ വേണ്ടത്ര സീരിയസ് ആയിട്ട് മറ്റുള്ളവർ കാണുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വീട് കൊണ്ട് അവർ മനസ്സിലാക്കുന്ന കാര്യം. കാരണം ഒരേ അവസ്ഥയിൽ പോകുന്ന 2 വ്യക്തികൾ തമ്മിൽ അവരുടെ മാനസിക വലുപ്പത്തിൻ്റെ, അവരുടെ ചിന്താഗതിയുടെ വലുപ്പത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് ആ ഒരു പ്രശ്നം വലുതും ചെറുതുമാവുന്നത്. നമ്മൾ പറയാറുണ്ട്, രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിക്കും ഒരേ ദുഃഖമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരം വാക്കുകൾ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലും വലിയ പ്രശ്നങ്ങളുള്ള പല വ്യക്തികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. അതല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തെ മറ്റുള്ളവരുടെ പ്രശ്നമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതാർക്കും ആ ഒരു മാനസികാവസ്ഥയിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നിൻ്റെ തെറ്റാണ്, കാരണം അവരുടെ തെറ്റായിരിക്കാം. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും അവരുടെ ഭാഗത്തെ വിമർശിച്ചുകൊണ്ടൊരു മറുപടി അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അവർ പറയുന്നത് ഒട്ടും റിയാക്ട് ചെയ്യാതെ, അങ്ങോട്ട് ഒബ്ജക്റ്റ് ചെയ്യാതെ നമ്മളത് കേട്ടിരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അവരാഗ്രഹിക്കുന്നൊരു കാര്യം. കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. സൊല്യൂഷനൊക്കെ അവർക്ക് തന്നെ ഒരു പക്ഷേ അറിയാമായിരിക്കും. അവർ ആ ഒരു പറയുന്ന അതല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ വിഷമം നമ്മളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സൊല്യൂഷൻ ഒരു പക്ഷേ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രശ്നത്തെ രൂക്ഷമാക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം.